കുറച്ചധികം നാളുകളായി ഒരു ഫുൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നൊരു ഫുൾ വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിന് തക്കതായ കാരണമുണ്ട്. ഞാനിങ്ങനെ വീഡിയോസിൻ്റെ കമൻസൊക്കെ ഇങ്ങനെ നോക്കിയപ്പോൾ 2-3 കമൻറ്റുകൾ കണ്ടു കേട്ടോ. അതായത് ഞാൻ ഓരോന്നൊക്കെ നടുന്നുണ്ട്, പക്ഷേ അതിൻ്റെ റിസൾട്ടും പിന്നെ അതിൻ്റെ അപ്ഡേഷനൊന്നും കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അധികമൊന്നുമില്ല, 2-3 ഞാൻ കണ്ടുള്ളൂ. അപ്പോൾ ആ കമൻറ്റുകൾ കുറച്ച് വാലിഡ് ആയതുകൊണ്ടും പിന്നെ ഞാനതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനായതുകൊണ്ടും ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം, ഞാൻ നട്ടതൊക്കെ എവിടെ പോകും. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ പറമ്പിനെ പറ്റി പറയണം. ഈ നീണ്ടു നിവർന്ന് പരന്ന് കിടക്കുന്നതാണ് നമ്മുടെ പറമ്പ്. ഇത് അറൗണ്ട് ഒരു 75 സെൻറ്റോളം ഉണ്ട് കേട്ടോ, ഇവിടെ തൊട്ട് അങ്ങേയറ്റം വരെ. ഇപ്പോൾ കുറച്ച് മോശമായിട്ട് കിടക്കുവാണ്, കുറച്ചല്ല അത്യാവശ്യം നല്ലോണം മോശമായിട്ടാണ് പറമ്പ് കിടക്കുന്നത്. അതിനൊരു കാരണമുണ്ട്, അത് ഞാൻ വഴിയേ പറയാം. പണ്ട് നമ്മുടെ ഈ പറമ്പിൽ മൊത്തം കുരുമുളകായിരുന്നു. അങ്ങനെ ഈ കുരുമുളക് പോയൊരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ നമ്മുടെ പറമ്പിലെയും കുരുമുളക് മൊത്തം അങ്ങോട്ട് പോയി. ഈ കുരുമുളകിൻ്റെ ഇടയിൽ കൂടി കുള്ളങ്കാപ്പിയും വെച്ചിട്ടുണ്ടായിരുന്നു ഇടവിളയായിട്ട്. കുരുമുളക് പോയി ഒരു 4-5 കൊല്ലം കഴിഞ്ഞപ്പോഴത്തേനും കുള്ളങ്കാപ്പിനെയും വെടി തീർന്നു. നമ്മളിവിടെ ഈ അറബിക്കാനെത്തിപ്പെട്ട കുള്ളങ്കാപ്പികളാണ് വെച്ചത്. അതിന് ഈ കമ്പുണക്കം വന്നിട്ടാണ് പോയത്. ശരിക്കും പറഞ്ഞാൽ ഈ വയനാട്ടിലെ ക്ലൈമറ്റിന് റോബസ്റ്റ് ഇനത്തിൽപ്പെട്ട കാപ്പികളാണ് ബെസ്റ്റ്. അങ്ങനെ കുള്ളങ്കാപ്പിയും പോയി. അത് കഴിഞ്ഞ് നമ്മൾ ഇതിൽ കാര്യമായിട്ടൊന്നും നടലൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ ഈ പന്നി വന്ന് കളയും, അതുകൊണ്ട് തന്നെ ഞാൻ നടാനും നിന്നില്ല. പിന്നെ ഒരു 4-5 കൊല്ലം ഈ പറമ്പിലൊന്നും ചെയ്യാതെ അതങ്ങനെ കിടന്നു. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. അങ്ങനെ കുറേ നാൾ വെറുതെ കിടന്ന് ഈ പറമ്പിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് എൻ്റെ മൈൻഡിൽ ഒരു പ്ലാൻ വന്നു. അപ്പോൾ ഇതിൽ കുറേ ചോല അടഞ്ഞു നിന്ന കുറേ മരങ്ങളും പിന്നെ കുറേ പാഴ്മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മുറിച്ച് മാറ്റിയിട്ട് വേണം എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ചെയ്യാൻ. പറമ്പിൽ അങ്ങനത്തെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റാനും പിന്നെ ഇവിടെ JCB ഇളക്കി മണ്ണൊക്കെ അടിപൊളിയാക്കി സെറ്റാക്കി എടുക്കാനും വേണ്ടിയിട്ട് മുൻകൈ എടുത്തത് ഈ ഞാനാണ്. കുറച്ച് സിമ്പിളായിട്ട് തോന്നും, പക്ഷേ 2 ദിവസം ഫുള്ള് JCB ഇവിടെ പണിയെടുത്തു കേട്ടോ. അങ്ങനെ പണിയെടുത്ത കൂട്ടത്തിൽ കിട്ടിയ കല്ലുകളാണ് യമണ്ടൻ കല്ലുകൾ. ഇതൊക്കെ JCBക്ക് പൊക്കി എടുത്ത് പുറത്തിടിച്ചതാണ്. കാരണം പറഞ്ഞായിരുന്നു ഈ കല്ലൊക്കെ തന്നെ പുറത്തെടുത്തിടുന്നത്, അത് അതിൻ്റെ ഉള്ളിൽ തന്നെ കടന്നോട്ടെ, അല്ലെങ്കിൽ എല്ലാ കല്ലും കൂടി വലിയൊരു കുഴി കുത്തിയിട്ട് അതിനകത്തേക്ക് ഇട്ടങ്ങ് മൂടാന്ന്. പക്ഷെ നമ്മൾ സമ്മതിച്ചില്ല, എല്ലാം പുറത്തെടുത്തിട്ടോളാൻ പറഞ്ഞു. അതെന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കല്ല് കിടന്നിരുന്നത് അത്ര ആഴത്തിലല്ല, അത്ര താഴ്ന്നല്ല കിടന്നിരുന്നത്. എന്തെങ്കിലും നട്ട് കഴിഞ്ഞാൽ വേര് ശരിക്കും മണ്ണിലേക്ക് ഇറങ്ങിക്കൊള്ളുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പുറത്തെടുപ്പിച്ചിട്ട്. ഇനിയിപ്പം ഇതൊക്കെ പൊട്ടിക്കണം. പിന്നെ എൻ്റെ ഡാഡിക്കുള്ളൊരു പോളിസി ഉണ്ട്, എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പം അത് വൃത്തിക്ക് ചെയ്യണം, പിന്നെ അതിനകത്തേക്ക് പണിയാൻ പോകേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പം അങ്ങനെയുള്ളൊരു ഇതൊക്കെ കാരണം അങ്ങ് ചെയ്തു. പറയുമ്പോൾ സിമ്പിളായിട്ട് തോന്നും, ഇത് പറമ്പ് ഇളക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 10-18,000 രൂപയായിട്ടുണ്ട്. അത്രയും പണിയെടുത്തിട്ടാണ് ഈ പറമ്പൊന്ന് ഇളക്കിയെടുത്തത്. എന്നിട്ട് പറമ്പിൽ കുരുമുളകും പിന്നെ കാപ്പിയും കവുങ്ങും അത് ലൈനടിച്ച് നല്ല വൃത്തിക്ക് വെക്കാന്നുള്ളത് തീരുമാനമായി. അപ്പം ഇത് മഴയൊക്കെ കഴിഞ്ഞിട്ടേ വെക്കൽ നടക്കുള്ളൂ. അപ്പോൾ അപ്പോഴത്തേനും ഓണമൊക്കെ ആകുമ്പോഴത്തേനും പയറും പാവലൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് ചെയ്തു, ഞാനിതിൻ്റെ ചുറ്റും വേലിയിട്ടു. പറമ്പിൽ കാര്യമായിട്ടൊന്നും ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു പന്നിയുടെ രൂക്ഷമായ ശല്യത്തെപ്പറ്റി നമ്മളധികം ഗവനിക്കലില്ലായിരുന്നു. പിന്നെ പറമ്പെല്ലാം ഇളക്കി കഴിഞ്ഞ് വേലിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് പന്നിയുടെ ശരിക്കുള്ള സ്വഭാവം മനസ്സിലായത്. വേലിയിടാൻ വേണ്ടിയിട്ട് കാല് കുഴിച്ചിടാൻ കുഴി കുഴിച്ചതും കാല് റെഡിയാക്കിയതും അത് കുഴിച്ചിട്ട് വേലി കെട്ടിയതും, ഇത് പ്ലാസ്റ്റിക് വലയം കൊണ്ടുള്ള വേലിയാണ്, അത് കെട്ടിയതും എല്ലാം ഞാൻ ഒറ്റയ്ക്ക് തന്നെ കേട്ടോ ചെയ്തത്. അത് കഴിഞ്ഞ് പയറിന് തടമെടുത്തു ഞാൻ ഒറ്റയ്ക്ക് 10-100 തടമെടുത്തു. അത് കഴിഞ്ഞ് പാവലിനും തടമെടുത്തു. ഇതെല്ലാം ചെയ്തു. അങ്ങനെ നട്ടു മുളച്ചു വരുന്നതിന് മുന്നേ പന്നി വന്ന് കുത്തി തടമെല്ലാം സെറ്റാക്കുന്നുണ്ട്. പന്നി വന്ന അതേ വഴി കൂടെ മാനും വരുന്നുണ്ട്. ആദ്യം ഒന്ന് പൊട്ടിയതൊക്കെ ഞാൻ വേലി പിന്നെ ഒന്ന് സെറ്റാക്കി കെട്ടി അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഇത് പിന്നെയും വരിക. ഇത് ഏത് വഴി കൂടെയാണ് വരുന്നതിന് കർത്താവിന് മാത്രം അറിയാം. ഞാനൊരു ദിവസം പണി ചെയ്യും, രാത്രി പന്നി വന്നിട്ട് 10 ദിവസത്തെ പണിയും ചെയ്തിട്ടു. അങ്ങനെ ഓണത്തിന് പയർ നട്ട് വിക്കൽ എന്നുള്ള എൻ്റെ പരിപാടി ഞാൻ ഉപേക്ഷിച്ചു. എനിക്ക് മനസ്സ് മടുത്തു. പാവലിൻ്റെ സ്മരണയ്ക്കായിട്ട് ഒരു പന്തലിതാ എൻ്റെ പുറകെ നിങ്ങൾക്ക് കാണാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് തൈ ഇറക്കിയായിരുന്നു. ഇവിടെ ഒരു 10,000 രൂപയുടെ തൈ ഇറക്കിയായിരുന്നു. അത് നട്ടു. അതിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതൊക്കെ പന്നി വന്ന് കുത്തിയിട്ട് പോയ കുഴികളാട്ടോ. ഈ കറക്റ്റ് ഇതിൻ്റെ ചോട്ടിൽ തന്നെ വന്ന് എങ്ങനെ കുത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഒരുവിധപ്പെട്ട ചോടുകളൊന്നും ആശാൻ വെറുതെ വിട്ടിട്ടില്ല. ഒക്കെ ചോടോട് വന്ന് കുത്തി സെറ്റാക്കി ഇട്ടിട്ട് പോയേക്കുന്നതാണ്. പൊടി എൻ്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ പന്നിച്ചാട്ടൻ്റെ മേൽ ചാരുന്നില്ല. ഈ മുട്ട മഴ ഉണ്ടായിരുന്നല്ലോ, അപ്പം മഴയത്തും കുറച്ചൊക്കെ പോയിട്ടുണ്ട്. പറമ്പിൽ ഓൾറെഡി ഉണ്ടായിരുന്ന നല്ല മരങ്ങളുടെ ചോട്ടി കൂടിയിട്ട കൊടികളുടെ അവസ്ഥയാണ് ഈ പറഞ്ഞത്. ഇപ്പോൾ പറമ്പ് കുറച്ച് മോശമായിട്ടാണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ ഒന്നേന്ന് തൊട്ട് തുടങ്ങണം. എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഇനിയിപ്പോൾ നല്ല വൃത്തിക്കാക്കി ചെയ്തിട്ടേ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ മുടക്കുന്ന സമയവും വേസ്റ്റാവും, അധ്വാനവും വേസ്റ്റാവും, പൈസയും വേസ്റ്റാവും. അപ്പം അതിന് നിൽക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ നാട്ടിലെ സാധാരണ കൃഷിക്കാർ ഈ മൃഗശല്യമൊക്കെ കാരണം രാത്രി കാവൽ കിടന്നും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഓരോന്ന് നട്ടുണ്ടാക്കി കൊണ്ടുവരുന്നത്.
ഞാനീ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഓരോന്ന് ചെയ്യുമ്പോഴാണ് ഓരോന്നൊക്കെ പഠിക്കുക. എനിക്കിതൊരു അനുഭവമായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് വീട്ടിലാവശ്യത്തിന് വേണ്ടി പച്ചക്കറി നട്ടു കേട്ടോ. കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുന്നത്തെ കൊല്ലമൊക്കെ നട്ടപ്പോൾ വലിയ വിഷയമൊന്നുമില്ലായിരുന്നു, പച്ചക്കറിക്ക് വേണ്ടി മാത്രം ചെയ്തപ്പോൾ. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയല്ല. ഇക്കൊല്ലം ഒട്ടുക്കത്തെ വരവായിരുന്നു. അപ്പോൾ പന്നി വരാതിരിക്കാൻ വേണ്ടിയിട്ട്, പന്നി ശല്യം ഉള്ളതുകൊണ്ടും ഇതുപോലത്തെ സിൽവറിൻ്റെ തോരണം മേടിച്ച് കിട്ടി. ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിത് കെട്ടിയിട്ട് ആദ്യം കുറച്ച് നാളൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ അതിന് പരിചയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സാധനം പിന്നെയും വരും. ഈ കൃഷി ചെയ്യുന്നവരൊക്കെ യുദ്ധം നേരിട്ട് മുട്ടാൻ വരുന്നവരോടല്ല, ഈ സൈഡിൽ കൂടെയും പുറകിൽ കൂടെയും വരുന്ന കുറേ മൃഗങ്ങളും പിന്നെ കാലാവസ്ഥാപരമായ കുറേ കാര്യങ്ങളും അതിനോടൊക്കെ വാട്ടുടു. അടുത്ത് ഞാൻ നട്ട കുറച്ച് ഐറ്റംസിൻ്റെ അവസ്ഥ ഞാൻ നിങ്ങളിപ്പോൾ കാണിച്ചു തരാം. ഇത് ഞാൻ നട്ട ചതുരപ്പയറാട്ടോ. ഈ ചതുരപ്പയറിൻ്റെ ഇത് കണ്ടോ, ഇവിടെയൊന്നും ഇല്ല. ഇതിനൊന്നും ഈ കയറിപ്പോയ വള്ളിക്ക് ഇലയില്ല. ഇത് മാൻ വന്ന് തിന്നതാണ്. മാനേട്ടൻ ഇത് മാത്രമല്ല വേറെ തിന്നതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. കളി നട്ടോ. ഇതും മാമ വന്ന് തിന്നതാണ്. ഇത് അടുത്തത് ഇത് പിന്നെ ഇതൊന്നും ഞാൻ തിന്നതല്ല, മാൻ വന്ന് തിന്നതാണ്. ഇതൊക്കെ ഒരു വഴുതന ഉണ്ടായിരുന്നു. ആ വഴുതനങ്ങയുടെ കമ്പും ഇങ്ങനെ ഇനി വേറൊരു സൂത്രം കാണിച്ചു തരാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു മാവിൻ്റെയും പ്ലാവിൻ്റെയും തൈ നട്ടിരുന്നു കേട്ടോ. ആ മാവ് ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ചുവട്ടിൽ പന്നി വന്ന് കുത്തിയായിരുന്നു. ഇനി ഞാൻ പ്ലാവിൻ്റെ അവസ്ഥ കാണിച്ചു തരാവേ. ഇതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ തിന്ന് നശിപ്പിച്ചിട്ട് പോയിട്ടുണ്ട്. ഇതാണ് നമ്മൾ നട്ട കൂർക്കയും വന്ന് നല്ല തീറ്റയാണ്. ഇങ്ങനെയൊക്കെ ഓരോ അവസ്ഥകളുള്ളതുകൊണ്ടാണ് ചില സാധനങ്ങൾ നടുന്നതിൻ്റെ ഒന്നും വീഡിയോസ് വരാതെ. പിന്നെ ഞാൻ നട്ട വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ അത്യാവശ്യം റിസൾട്ടൊക്കെ ഞാൻ വീഡിയോസായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. അത് ഫെയിലിയർ ആണെങ്കിലും സക്സസ് ആണെങ്കിലും. പിന്നെ ഈ പയർ അതുപോലെയുള്ള സാധനങ്ങളൊക്കെ നട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വിളവെടുക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുക്കാനൊന്നും അങ്ങനെ പോവലില്ല. അതിനകത്ത് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ആ സമയത്ത് ഇത് പറിക്കുന്ന സമയത്തൊന്നും ഇവിടെ ഉണ്ടാവില്ല. അത് അമ്മ പറിച്ച് നല്ല ചട്ടിയിൽ നല്ല തോരനാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനത്തെ സാധനങ്ങളുടെ ഒന്നും വീഡിയോസ് ഇട്ടിട്ടില്ല. പറമ്പിൽ ഒന്നും ഇല്ലെങ്കിലും പറമ്പിൽ ഇതുപോലത്തെ ഐറ്റംസൊക്കെ എന്തെങ്കിലുമൊക്കെ നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ടാവും. മഞ്ഞളൊന്നും മഞ്ഞ് വേണ്ട. ഒക്കെ ഞാൻ നട്ട കാന്താരിയിൽ നിന്ന് അമ്മ പറിച്ചെടുത്താട്ടോ. ഈസി ആണെങ്കിലും അത്യാവശ്യത്തിനുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. പരത്തി പറഞ്ഞു ഇത്രേ ഉള്ളൂ. ചിലതൊക്കെ പന്നി കൊണ്ടുപോകും, ചിലതൊക്കെ മാങ്ങ കൊണ്ടുപോകും, ചിലതൊക്കെ മഴയൊക്കെ ആയിട്ട് വന്നിട്ട് അങ്ങനെ കൊണ്ടുപോകും. പിന്നെ ചിലതൊക്കെ ഇവിടെ തന്നെ ഇങ്ങനെ പറിച്ചെടുക്കുമ്പോൾ ഞാനിവിടെ ഉണ്ടാവില്ല വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ചാനലിൽ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നടുവാന്നും പറഞ്ഞിട്ടുള്ള വീഡിയോസിൻ്റെ ഒക്കെ റിസൾട്ട് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ വെളുത്തുള്ളി നട്ടാണെങ്കിലും ഉരുളക്കിഴങ്ങ് നട്ടാണെങ്കിലും പിന്നെന്താ ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങൾ നട്ടതിൻ്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യുക എന്നുള്ളതാണല്ലോ മെയിൻ. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പിന്നെ ബാക്കിയൊക്കെ വരുന്ന പോലെ വഴിയെ. ഈ പറമ്പിനോട് ചേർന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ വീട്. ഒരു 2 ആഴ്ച മുന്നേ ഇവിടുന്ന് വേറൊരു വാടക വീട്ടിലേക്ക് മാറി. പുതിയൊരു പെരപണിയാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് മാറിയത്. പെരപണിയാനുള്ള സ്ഥലം റെഡിയാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ പറമ്പ് കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണമെന്ന് വിചാരിക്കുന്നു. ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് ഇപ്പം നല്ലോണം ഉറച്ചു പോയി. ഇനിയിപ്പോൾ ഇതൊന്ന് പൂട്ടണം, എന്നാലേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാനുകൾ. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന വീഡിയോസിലുള്ള പരിസരവും കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാടക വീടിൻ്റെ ചുറ്റുപാടാണ്. ഇതിൻ്റെ മുറ്റത്തോട് ചേർന്ന് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എന്തെങ്കിലും നട്ടോളാനൊക്കെ നമ്മുടെ ഹൗസ് ഓണർ നമ്മളോട് പറഞ്ഞു. അപ്പോൾ അവിടേക്ക് ചെറിയൊരു അടുക്കളത്തോട്ടം സെറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ കുഞ്ഞു വീഡിയോസാണ് നിങ്ങൾ ഷോർട്സിലൂടെയൊക്കെ കാണുന്നത്. ഈ കമൻറ്റ് വന്നത് വായിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ചാനലൊന്നും കൂടി എടുത്ത് നോക്കിയിട്ട് എത്രത്തോളം വീഡിയോസിൻ്റെ അപ്ഡേറ്റും റിസൾട്ടൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് നോക്കി. കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയ്ക്ക് ഞാൻ നടുന്നായി കാണിച്ച് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഐറ്റംസിൻ്റെ ലിസ്റ്റ് ആട്ടത്. ഇതിൽ ഇത്രയും സാധനങ്ങളുടെ അപ്ഡേറ്റും റിസൾട്ടൊക്കെ ഞാൻ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ ഇത്ര ഐറ്റംസ് ഇത് നമ്മുടെ പറമ്പിൽ തന്നെ നിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഇതിൻ്റെ കൂടെ മുന്തിരി ഉണ്ട് കേട്ടോ. ഇതൊന്നും പോയിട്ടില്ല. ഇതൊക്കെ അടിപൊളിയായി തന്നെ നമ്മുടെ അടുത്തുണ്ട്. പിന്നെ അതാ ഈ 3 ഐറ്റംസ് ആണ് മഴയും പന്നിയും അങ്ങനെയൊക്കെ കേട്ട് പോയത്. പിന്നെ 2-3 ആഴ്ച മുന്നേ നട്ടതിൻ്റെ അവസ്ഥയൊക്കെ ഞാൻ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. താൻ പാതി ദൈവം പാതി എന്നാണല്ലോ. എൻ്റെ പാതി ഞാൻ ചെയ്യുന്നുണ്ട്, ബാക്കിയൊക്കെ വരണ പോലെ.